നീ ആ പാപ്പൻചാൻ്റെ മകളുടെ കല്യാണ സീഡ് ഇതുവരെ കൊടുത്തില്ലല്ലേ? അയാളിന്ന് രാവിലെ നിന്നെ വന്ന് അന്വേഷിച്ചിട്ടാണ് പോയത്. ഷേ, അതെങ്ങനെ? എഡിറ്റ് ചെയ്യാൻ കൊണ്ടുപോയ തെണ്ടി അവനാ ഒന്ന് തരണ്ടേ. ഇനി അയാളൊന്ന് അന്വേഷിച്ചാൽ ഞാൻ സ്ഥലത്തില്ലെന്ന് പറഞ്ഞാൽ മതി. ഉള്ള കല്യാണം മുഴുവൻ ഏക്കും, സമയത്തോട്ട് തീർത്തും കൊടുക്കുകയല്ല. നിന്നെ കണ്ടിട്ട് 2-3 ദിവസമായെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ, നമുക്ക് എങ്ങനെയാ, പറ്റപ്പെടണോ നീളം കുറച്ചാൽ മതിയോ? Bro, low fade with long pinch. ചായ എടുത്താലോ? വേണ്ട, ഒരാളോട് വരാനുണ്ട്. ഒരു വിസ് എടുത്തോ. അതെ, തനിക്ക് ടി വി നന്നായിക്കൂടെ? എടാ പോടാ, പോയി വല്ല പണിക്കും പോടാ. അത് പിന്നെ വണക്കേണ്ട പറ്റൂ. ഹലോ, ഇതാ കഴിഞ്ഞോ? ആ കഴിഞ്ഞിട്ട്. നീ എവിടെയുണ്ട്? ഞാൻ ഇവിടെ താഴെ ഇപ്പോൾ ഉണ്ട്. പോര്. ആ, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. ആ, ഓക്കെ. കോട്ടയത്തെ അടിയൊക്കെ കണക്കാണ്. വല്ല തൃശ്ശൂരോ പാലക്കാടോ വല്ലതും ഉണ്ടെത്താ. ഇതൊക്കെ വല്ല അടിക്കുമോ? കാശ് പോവോ? ആ അളിയാ, കണ്ടിട്ട് എത്ര നാളായടാ. പറയടാ, എന്നാണ് വിശേഷമൊക്കെ? നീ വണ്ണം വെച്ചു കേട്ടോ. പിന്നെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നാലൊന്ന് സ്കൂളിൽ നിന്ന് ചാടിയ പിന്നെ നിൻ്റെ ഒരു അഡ്രസ്സും ഇല്ലായിരുന്നല്ലോടാ. നീ വാ. 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ പോയത് ബാംഗ്ലൂർക്കാണ്. പിന്നെ കൂടെ പഠിച്ചൊരു നാട് വന്നിട്ട് യാതൊരു കോണ്ടാക്ട്സും ഇല്ലായിരുന്നു. കോട്ടയം വിട്ടു പോകാത്ത എനിക്ക് 1-2 പേരുമായിട്ടേ കോണ്ടാക്ട്സ് ഉള്ളൂ, അതും ഫേസ്ബുക്കിൽ. എനിക്കിവിടുത്തെ ഈ സ്മെല്ല് തീരെ പിടിക്കുന്നില്ല. മാർക്കറ്റ് അല്ലടാ. നീ അപ്പോൾ ബാംഗ്ലൂർ ജോലിയൊക്കെ കിട്ടോ? ഇല്ല, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്ലീൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. അതിൻ്റെ ഭാഗമായി ഈ ക്ലാസ്സൊക്കെ. ശരി. എന്നാ വാ, നമുക്കൊരു ചായ കുടിക്കാം. നമുക്ക് ടൗണിൽ ചെന്നിട്ട് ചായ കുടിച്ചാലോ? ടൗണിലെ ഏറ്റവും നല്ല ചായ ഇവിടെയാ. വാ. ചേട്ടാ, 2 ചായ. ചേട്ടാ, ഈ ഗ്ലാസ് ഒന്ന് മാറ്റാവോ? നീ നമ്മളോട് പഠിച്ച അജീനെ ഓർക്കുന്നുണ്ടോ? പാചകക്കാരെന്നൊക്കെ പറയുന്നത്. ആ, 10ാം ക്ലാസ് കഴിഞ്ഞ് ചൈനീസ് കുക്കാണെന്ന് പറഞ്ഞ് നടന്നവനല്ലേ? അത് തന്നെ. നമ്മളിൽ പോകുന്ന ഹോസ്പിറ്റലിലെ ജൂനിയർ ഡോക്ടറാണ്. പോകുമ്പോൾ കാണാം. ഉഴപ്പന്മാരൊക്കെ നല്ല നിലയിലായി. നമ്മളോട് എല്ലാ ക്ലാസ് ടീച്ചർമാരും ചോദിക്കുമായിരുന്നു, വലുതാകുമ്പോൾ ആരാകാൻ ആഗ്രഹമെന്ന്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അതിന് ഉത്തരം പറഞ്ഞു. ഞാൻ എഞ്ചിനീയറും, നീ പൈലറ്റും. ചൂട് ദോശയുണ്ട്, എടുക്കട്ടെ? വേണ്ട വേണ്ട. ഓ ചേട്ടാ, ഒരു മുട്ട പുഴുങ്ങ. എടാ മക്കളെ, ഇപ്പോൾ കൊണ്ടുവരാടാ, ഞാൻ ഒറ്റയ്ക്കുള്ളടാ. കുടിക്കുന്നില്ലേ? വയറ്റിനല്ല സുഖമില്ല, നമുക്കിറങ്ങാം. പോ, വാ.
നമ്മളെങ്ങനെ അങ്ങോട്ട് പോകുന്നത്? എൻ്റെ വണ്ടിക്ക് പോവാം. നിനക്കൊന്ന് കഴിക്കൂടെ? വണ്ടി കഴുകാനുള്ളതല്ല, ഓടിക്കാനുള്ള. അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ. ആ അതോ, അതൊരു മുടിവെട്ട് കേസ്. നീ കയറി. എത്ര നാളായി നാടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട്. എടാ, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ എന്ന് പറഞ്ഞാലേ എന്നായി പണി? അതിപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇൻഫെക്ഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഷ്ടം. ഈ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ വൃത്തിയൊക്കെ ആയിട്ട്. വൃത്തിയും അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. എടാ, നീ ഓർക്കുന്നുണ്ടോ നമ്മൾ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഒരുമിച്ചിരുന്ന് കോപ്പി അടിച്ചത്? ഓർക്കുന്നുണ്ടോ? അന്നത്തെ ഓരോ കാര്യങ്ങൾ. ഞാനിപ്പോൾ അതാ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എടാ, നീ എന്നെ ആലോചിക്കുന്നത്? അല്ലടാ, അയാളെങ്ങനെ പൊക്കുവോ? എന്തായാലും ഇത്തവണ പാസ്സായ. നീ ചവിട്ടി വിട്, മഴ വരുന്നുണ്ട്. ഓ, എത്തിയോ? ഏതായാലും നമ്മുടെ കാര്യം നിന്റെ വീട്ടുകാരൻ്റെ സ്ഥിതിക്ക് ഞാൻ നിന്റെ അച്ഛനെ വന്ന് കണ്ടോളാം. ഓ, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. 8ാം ക്ലാസ് 2 വർഷം, 9ാം ക്ലാസ് 2 വർഷം, 10ാം ക്ലാസ് ആണെങ്കിൽ പിന്നെ ഈ നൂറ്റാണ്ടിലെ ജയിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്നോട് തയ്യൽ പഠിക്കാൻ പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ SLC ബുക്കായിട്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. പൂജിച്ചതാ. ആ, പൂജിച്ചതാ. പൂജിച്ചതാ. എൻ്റെ SLC ബുക്കായിട്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. എഴുതടാ വേഗം. എന്താണ് അവിടെ? എന്താണ് ഇവിടെ പരിപാടി? ഒന്നുമില്ലേ? ആ, എഴുതക്കടാ എഴുതക്കടാ. കോപ്പിയടിയാണോടാ? ഇല്ല സാറേ. എവിടെ ഒളിപ്പിച്ചു വെച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഭയങ്കര എഴുത്താണല്ലോടാ. എന്താടാ, കോപ്പിയടിയാണോ? അയ്യോ ഇല്ല, കോപ്പിയോ? ഞാനോ? ഓ, നീ കോപ്പി അടിക്കുകയില്ല. ഇല്ല. എവിടെയാടാ ഒളിപ്പിച്ചു? കോളറിനകത്താണോ? ഇല്ല. എടാ, നേരെ ചൊവ്വേ പഠിച്ചിരുന്നെങ്കിലുണ്ടല്ലോ IAS എഴുതേണ്ട പ്രായ. ഇപ്പോഴും 10ാം ക്ലാസ്സിൽ. അവിടെ നിങ്ങളെ പലരും കേട്ടിട്ടുണ്ടാവും ഡോക്ടേഴ്സ് രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് പറയുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാവാതെ സൂക്ഷിക്കണം. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫും ഇൻഫെക്ഷൻ ഉണ്ടാകാതെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ്. രോഗികൾക്ക് വേണ്ടി മാത്രമല്ല ഇതൊന്നും പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് യാത്രകളൊക്കെ ആവശ്യമായിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോഴൊന്നും ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുണ്ടാക്കുന്ന സാഹചര്യം, അതിൻ്റെ വൃത്തി,
അതിനെപ്പറ്റി ഒരു ധാരണയുമുള്ള ആളുകളാവണമെന്നില്ല നമ്മൾ ഓരോരുത്തരും. അപ്പം ഇതാണ് എൻ്റെ ആദ്യത്തെ ടോപ്പിക്. ശുചിത്വമുള്ള ചുറ്റുപാടിൽ വൃത്തിയുള്ള ഭക്ഷണം. ഇതിപ്പോ ആരായിരിക്കും? സ്ക്വാഡ് വരുന്നുണ്ട്. കോപ്പികൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം കളയാൻ നോക്കിക്കോ. അറിയാലോ, അവര് വന്നാലുണ്ടല്ലോ ഷഡ്ഡി വരെ ഊരി പരിശോധിക്കും. ദേ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഗുഡ് മോർണിംഗ് സാർ. ഒരു കുഴപ്പമില്ല സാർ, പാവം പിള്ളേരാ. ശരി സാർ. ഓക്കെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറായി ഞാൻ നിൽക്കുന്നത് ഇതെല്ലാം ശീലിച്ചു വന്നതിൻ്റെ ഭാഗം കൊണ്ടുകൂടിയാണ്. വീട്ടിൽ നിന്നായാലും പുറത്തു നിന്നായാലും വൃത്തിയുള്ള സാഹചര്യത്തിൽ വൃത്തിയുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. ഇൻഫെക്ഷനെക്കുറിച്ചും വൃത്തിയെക്കുറിച്ചും ഒക്കെ നാട് നീളം നടന്ന് ക്ലാസ് എടുക്കുന്ന ഇവനോട് അന്ന് നീ വിഴുങ്ങിയത് എൻ്റെ വേർപ്പുകൊണ്ട് നനഞ്ഞു കുതിർന്ന തുണ്ടുപേപ്പറാണെന്ന് പറയാൻ എനിക്ക് മനസ്സ് വന്നില്ല. നമ്മളിൽ പലർക്കും കാണും ഇതുപോലെ അറിഞ്ഞു പറയാതെയും ചില ഫ്ലാഷ് ബാക്കുകൾ. തൽക്കാലം ഈ രഹസ്യം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. അയാളെങ്ങനെ പൊക്കുവോ? എന്തായാലും ഇത്തവണ പാസ്സായേ പറ്റൂ. എഴുതടാ വേഗം. സാറിന്റെ കണ്ണിൽ നോക്കി അടിപതറാതോരോ തുണ്ടുപേന തുമ്പിൽ ചാണ്ട് കീറണ കോപ്പി കോപ്പി കോപ്പി. കുണുകുനാന്ന് എഴുതണം, പട 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 എഴുതണം, തുണ്ടു പേപ്പർ വെട്ടി എന്ന് മൊട്ടിക്കണം. കുണുകുനാന്ന് എഴുതണം, പട 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 എഴുതണം, തുണ്ടു പേപ്പർ വെട്ടി എന്ന് മൊട്ടിക്കണം. സാറിന്റെ കണ്ണിൽ നോക്കി അടിപതറാതോരോ തുണ്ടുപേന തുമ്പിൽ ചാണ്ട് കീറണ കോപ്പി കോപ്പി കോപ്പി. ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയാൽ ആകെ മൊത്തത്തിൽ നോട്ടം. ജയിക്കാൻ വേണ്ടൊരു മാർക്ക് ഒപ്പിക്കാൻ ആദ്യം തപ്പുന്നത് കോപ്പി. ചങ്കിനുള്ളിൽ കിടുകിടുക്കണ ടക 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 മേളം പടിപടിയായി എഴുതി തീർത്ത് പറപറകളുടെ സമയം. സാറിന്റെ കണ്ണിൽ നോക്കി അടിപതറാതോരോ തുണ്ടുപേന തുമ്പിൽ ചാണ്ട് കീറണ കോപ്പി കോപ്പി. എഴുതണം, പട 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 എഴുതണം, തുണ്ടു പേപ്പർ വെട്ടി എന്ന് മൊട്ടിക്കണം. കുണുകുനാന്ന് എഴുതണം, പട 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 എഴുതണം, തുണ്ടു പേപ്പർ വെട്ടി എന്ന് മൊട്ടിക്കണം. കുണുകുനാന്ന് എഴുതണം, പട 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 എഴുതണം, തുണ്ടു പേപ്പർ വെട്ടി എന്ന് മൊട്ടിക്കണം. കോപ്പിയടിയാണോടാ? എവിടെ ഒളിപ്പിച്ചു വെച്ചാലും ഞാൻ കണ്ടുപിടിക്കും.